ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈഷൂസ് ലേണിങ്ങിലേക്ക് സ്വാഗതം. ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന നമ്മുടെ സെക്കൻഡ് സെമിലെ കെ.എ. നീലകണ്ഠ ശാസ്ത്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. കെ.എ. നീലകണ്ഠ ശാസ്ത്രി, അതായത് കല്ലിടൈക്കുറിച്ചി ആയി നീലകണ്ഠ ശാസ്ത്രി, കെ.എ. നീലകണ്ഠ ശാസ്ത്രി എന്ന് പറയുന്ന ചരിത്രകാരൻ. കെ.എ. നീലകണ്ഠ ശാസ്ത്രി വാസ് ബോൺ ഇൻ തെലുങ്കു നിയോഗ Brahmin family, Kalladai-Kurichi, near Tirunelveli on 2nd August 1892. He was an Indian historian who wrote on South Indian history. Many of his books from the standard reference works on the subject. He is regarded as the greatest and most prominent among professional historians of South India. അപ്പോൾ സൗത്ത് ഇന്ത്യ കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് ആര്? കെ.എ. നീലകണ്ഠ ശാസ്ത്രി. അദ്ദേഹം തെലുങ്കു നിയോഗ ബ്രാഹ്മിൺ ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് കല്ലടൈക്കുറിച്ചി എന്ന് പറയുന്നത്. ഈ കല്ലടൈക്കുറിച്ചി എവിടെയാണ്? തിരുനെൽവേലിയിലാണ്. തിരുനെൽവേലിയിൽ 1892 ഓഗസ്റ്റ് 2 അദ്ദേഹം ജനിച്ചത്. ഹി വാസ് ആൻ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ഹു റോട്ട് ഓൺ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. ഇന്ത്യ ചരിത്രകാരനാണ്. അദ്ദേഹം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലാണ് എന്നാണ് പറയുന്നത്. Many of his books from the standard reference works on the professional historian of South India. സൗത്ത് ഇന്ത്യ കേന്ദ്രമാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസിൻ്റെ ഒക്കെ റഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ കെ.എ. നീലകണ്ഠ ശാസ്ത്രിയുടെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. അവരൊക്കെ പരിശോധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മെനി ഓഫ് ഹിസ് വർക്ക്സ് from the standard reference works on the subject. He is regarded as the greatest and most prominent among the professional historians of South India. അതായത് സൗത്ത് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരു ഗ്രേറ്റസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് വൺ ആയിട്ടാണ് ആരെ കണക്കാക്കുന്നത്? കെ.എ. നീലകണ്ഠ ശാസ്ത്രിയെ കണക്കാക്കുന്നത്. Nilakanda Shastri was a recipient of 3rd Indian Civil Honor Padma Bhushan. He is regarded as the greatest and most prolific among historians of South India. Historic Times to the Fall of Vijayanagar is a book of history written by Indian historian. A history of South India is widely recognized as a classics and was the standard textbook in colleges for teaching South Indian history for over 4 decades. അപ്പോൾ ഏറ്റവും പ്രഗത്ഭനായ ഒരു ചരിത്രകാരനാണ് ആര്? കെ.എ. നീലകണ്ഠ ശാസ്ത്രി. അപ്പോൾ നീലകണ്ഠ ശാസ്ത്രി വാസ് എ റെസിപ്പിയൻ്റ് ഓഫ് ദ 3rd ഇന്ത്യൻ സിവിലിയർ ഹോണർ. ഏതാണത്? പത്മഭൂഷൺ അല്ലേ? അപ്പോൾ പത്മഭൂഷൺ ബഹുമതിയൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഏറ്റവും ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോളിഫിക് റൈറ്റർ ആയിട്ടാണ്. പ്രോളിഫിക് മീൻസ് എന്താണ്? സമൃദ്ധമായിട്ടുള്ള ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ചരിത്രകാരനാണ്. അതായത് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിൻ്റെ പട്ടികയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പട്ടികയുടെ ഏറ്റവും മുൻനിരയിലേക്ക് വരുന്ന ചരിത്രകാരൻ എന്ന് പറയുന്നവരാണ് കെ.എ. നീലകണ്ഠ ശാസ്ത്രിയാണ്. എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ടു ദ ഫാൾ ഓഫ് വിജയനഗർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കൃതി എഴുതിയത് ആരാണ്? കെ.എ. നീലകണ്ഠ ശാസ്ത്രിയാണ്. അപ്പോൾ ആ ഒരു കൃതിയിലൂടെ ദ ഹിസ്റ്ററി റിട്ടൺ ബൈ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ, അതായത് ഒരു ഇന്ത്യ ചരിത്രകാരൻ എഴുതിയ ആദ്യത്തെ ഒരു സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് ഈ കൃതി എന്ന് പറയുന്നത്. അതായത് ഫാൾ ഓഫ് വിജയനഗര എംപയർ, അതായത് വിജയനഗര സാമ്രാജ്യം എന്ന് പറയുമ്പോൾ അത് തെലുങ്ക് ഭാഗത്തേക്ക് പെട്ടു അല്ലേ? ആന്ധ്ര ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്ന കൃഷ്ണദേവരായരുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഈ കൃതി വെളിച്ചം വീശുന്നതാണ്. A history of South India is widely recognized as a classics and was a standard textbook in colleges. അതായത് ഇതൊരു ക്ലാസിക്കൽ വർക്കായിട്ടാണ് കണക്കാക്കുന്നത്. കോളേജുകളിലൊക്കെ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഏകദേശം 4 നൂറ്റാണ്ടുകളായിട്ട് കോളേജുകളിലേക്ക് ഉപയോഗിക്കുന്ന ഒരു റെഫറൻസ് ബുക്കാണ് ശരിക്കും ഈ ഒരു കൃതി. അതായത് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് സൗത്ത് ഇന്ത്യയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ കൃതി മാത്രം പഠിച്ചാൽ മതിയാകും. The first manuscript of history of South India was completed in August 1947. Tamil historian A.R. Venkatachalapathy regarded him
as a Arbule, the most distinguished historian of 20th century. He was appointed as ex officio director of archaeology for the Mysore states in 1954. He was also the president of All India Oriental Conference in the early 1950s. അതായത് ലഭ്യമായിട്ടുള്ള ഒരുപാട് കയ്യെഴുത്ത് പ്രതികളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെയുള്ള അറിവുകൾ കിട്ടുന്നത് ഈ ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെയും കൂടിയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മാനുസ്ക്രിപ്റ്റ് ഓഫ് എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വർക്കാണ്. ഇതെപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 1947. Tamil historian A.R. Venkatachalapathy regarded him as an Arbule, the most distinguished historian of 20th century. അതായത് ആർബുളെ മീൻസ് റിലേറ്റഡ് ടു അല്ലേ, അതായത് 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 20ാം നൂറ്റാണ്ടിലെ എടുത്തു പറയത്തക്ക ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? A.A. നീലകണ്ഠ ശാസ്ത്രി എന്നാണ് ആരാ പറയുന്നത്? A.R. വെങ്കടചലപതിയാണ് ഇങ്ങനെ പറയുന്നത്. He was appointed as ex officio director of archaeology for Mysore states in 1954. അതായത് എക്സ് ഒഫീഷ്യോ ഡയറക്ടർ ഓഫ് ആർക്കിയോളജി, പുരാവസ്തു വകുപ്പിൻ്റെ എക്സ് ഒഫീഷ്യോ ഡയറക്ടറായിട്ട് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ഓൾസോ ദ പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ ഓറിയന്റൽ കോൺഫറൻസ്. ഓറിയന്റൽ കോൺഫറൻസിൻ്റെ ഓൾ ഇന്ത്യ ഓറിയന്റൽ കോൺഫറൻസിൻ്റെ പ്രസിഡന്റ് ആയിട്ടും കൂടെ 1950 ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് കെ.എ. നീലകണ്ഠ ശാസ്ത്രിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കല്ലടയെക്കുറിച്ച് അയ്യ നീലകണ്ഠ ശാസ്ത്രി അദ്ദേഹം ജനിച്ചത് തിരുനെൽവേലിക്ക് അടുത്തുള്ള കല്ലടയെക്കുറിച്ച് എന്ന് പറയുന്ന സ്ഥലത്താണ് 1892. അദ്ദേഹം സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ടു ദ ഫാൾ ഓഫ് വിജയനഗർ. അപ്പോൾ ഇതൊരു മാന്യുസ്ക്രിപ്റ്റ് ആയിട്ടാണ് ശരിക്കും ഈ ഒരു കൃതിയെ കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച ഒരു ചരിത്രകാരനാണ് എന്നാണ് A.R. വെങ്കടചലപതി പറയുന്നത്. അദ്ദേഹത്തെ ഒരുപാട് പോസ്റ്റുകളിലൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് എക്സ് ഒഫീഷ്യോ ഡയറക്ടർ ഓഫ് ആർക്കിയോളജി ഫോർ ദ മൈസൂർ സ്റ്റേറ്റ്സ് ഇൻ 1954. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓൾ ഇന്ത്യ ഓറിയന്റൽ കോൺഫറൻസിൻ്റെ പ്രസിഡൻ്റായിട്ടും 1950 തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കെ.എ. നീലകണ്ഠ ശാസ്ത്രിയെക്കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമ്മൾ നോക്കുന്നത് ഇളംകുളം കുഞ്ഞൻ പിള്ളൈ. ഇളംകുളം കുഞ്ഞൻ പിള്ളൈ എന്ന് പറയുമ്പോൾ ഈ കേരള ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ മലയാള സാഹിത്യമൊക്കെ പഠിക്കുന്ന ചരിത്രം, കേരള ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഇളംകുളം കുഞ്ഞൻ പിള്ളൈ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇളംകുളം കുഞ്ഞൻ പിള്ളൈ known as Elamkulam was an Indian historian. He was a champion of southern Indian history, Kerala history in particular. He was one of the major proponent of imperial states model in medieval Kerala history. Major portions of Ilankulam's works are written in Malayalam with few in Tamil and English. He was also considered as one of the top authorities in Vatteluthu script and early Malayalam language. അപ്പോൾ ഇളംകുളം കുഞ്ഞൻ പിള്ളയെ കുറിച്ചാണ് നമ്മളിതിൽ നോക്കുന്നത്. അതായത് ഇളംകുളം കുഞ്ഞൻ പിള്ളയെ ഇളംകുളം എന്ന ഷോർട്ട് നെയിമിലാണ് നമ്മൾ അറിയപ്പെടുക. ഹി വാസ് എ ചാമ്പ്യൻ ഓഫ് സദേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അതായത് സദേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും മുൻനിര ചരിത്രകാരന്മാരിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആര്? ഇളംകുളം കുഞ്ഞൻ പിള്ളൈ. കേരള ഹിസ്റ്ററി അതിലെ ഇളംകുളത്തിൻ്റെ കയ്യൊപ്പുകൾ പതിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹി വാസ് വൺ ഓഫ് ദ മേജർ പ്രൊപ്പണൻറ്റ് ഓഫ് ദ ഇമ്പീരിയൽ സ്റ്റേറ്റ്. എന്താ പ്രൊപ്പണൻ്റ് എന്ന് പറഞ്ഞാൽ അനുകൂലി അല്ലേ. അതായത് ഇമ്പീരിയൽ സ്റ്റേറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുകൂലിയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം. മോഡൽ ഇൻ മിഡീവൽ കേരള ഹിസ്റ്ററി, അതായത് മധ്യകാല കേരള ചരിത്രമൊക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം ഈ ഇമ്പീരിയൽ സ്റ്റേറ്റ്സിൻ്റെ ഒരു അനുകൂലിയായിട്ടാണ് നമ്മൾ കാണുന്നത്. മേജർ പോർഷൻസ് ഓഫ് ഇളംകുളംസ് വർക്ക്സ് ആർ റിട്ടൺ ഇൻ മലയാളം വിത്ത് എ ഫ്യൂ ഇൻ തമിഴ് ആൻഡ് ഇംഗ്ലീഷ്. തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹം കൃതികൾ എഴുതിയിട്ടുണ്ട്. മേജർ പോർഷനും എഴുതിയിട്ടുള്ളത് മലയാളം ലാംഗ്വേജിലാണ്. ഹി വാസ് ഓൾസോ കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ടോപ്പ് അതോറിറ്റീസ് ഇൻ വട്ടെഴുത്ത് സ്ക്രിപ്റ്റ്. അപ്പോൾ വട്ടെഴുത്ത് സ്ക്രിപ്റ്റിലെ ടോപ്പ് അതോറിറ്റിയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത് അല്ലേ. വട്ടെഴുത്ത് കോലെഴുത്ത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാചീന കേരളത്തിലൊക്കെ നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ലിപി സമ്പ്രദായമാണ്. വട്ടെഴുത്ത് എന്നാണ് അത് പോപ്പുലർലി അറിയപ്പെട്ടിരുന്നത്. വട്ടെഴുത്ത് പ്രോപ്പർലി റിമെയിൻഡ് ആസ് വട്ടെഴുത്ത്.
It was a syllabic alphabet of South India, Tamil Nadu and Kerala, and Sri Lanka used for writing the Tamil and Malayalam languages. അതാണ് വട്ടെഴുത്ത് എന്ന് പറയുന്നത്. അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഭാഷകളായിട്ടാണ് കരുതുന്നത്. അപ്പോൾ മോസ്റ്റ് ഓഫ് ഹിസ് റിസർച്ച് ഫൈൻഡിങ് പബ്ലിഷിംഗ് ഡ്യൂറിങ് ഹിസ് ലേറ്റർ ഇയേഴ്സ്, കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ്, അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യപ്പെടുകയുണ്ടായി. He published more than 20 books in Malayalam, including 1 in Tamil and 2 in English. Pillai died on 4th March 1973. The central point was that the major works of Elamkulam closely attached to Indian martial art, Northern Calicut. Some of the important works of Elamkulam Kunjan Pillai include Keralam 5-6 നൂറ്റാണ്ടുകളിൽ, ജന്മി സമ്പ്രദായം കേരളത്തിൽ, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഉണ്ണുനീലി സന്ദേശം ആൻഡ് ലീലാതിലകം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇളംകുളം കുഞ്ഞൻ പിള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടൊരു റൈറ്ററാണ്. ഇംഗ്ലീഷിലും തമിഴിലും മലയാളത്തിലും. മോസ്റ്റ് ഓഫ് ഹിസ് റിസർച്ച് ഫൈൻഡിങ് പബ്ലിഷ്ഡ് ഡ്യൂറിങ് ഹിസ് later years. He published more than 20 books in Tamil, 1 in Tamil, 2 in English. അപ്പോൾ മേജർ പോർഷനും മലയാളത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അദ്ദേഹം 1973 മാർച്ച് 4 അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ മാർഷ്യൽ ആർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കളരിപ്പയറ്റ് അങ്ങനെയുള്ള മാർഷ്യൽ ആർട്ടിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? മാർഷ്യൽ ആർട്സ് ആർ കോഡിഫൈഡ് സിസ്റ്റം ആൻഡ് ട്രഡീഷൻ ഓഫ് കോമ്പാറ്റ് പ്രാക്ടീസസ് ഫോർ എ നമ്പർ ഓഫ് റീസൺ സച്ച് ആസ് സെൽഫ് ഡിഫെൻസ്, military and law enforcement application, competition, physical, mental and spiritual development, entertainment and preservation of nations intangible cultural heritage. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ തച്ചോളിയോധനൻ്റെയും അതേപോലെ ഉണ്ണിയാർച്ചയുടെയും ഒക്കെ ഒരു കാലഘട്ടത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന മാർഷ്യൽ ആർട്ടുകൾ, ആ മാർഷ്യൽ ആർട്ടുകളെ കുറിച്ചൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. നോർത്തേൺ കളരിപ്പയറ്റ്, കളരി പരമ്പര ദൈവങ്ങളെ അല്ലേ, അതായത് തച്ചോളിയോധനൻ്റെയും അതേപോലെ തന്നെ ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച തുടങ്ങിയ കഥാപാത്രങ്ങളൊക്കെ നിറഞ്ഞ് കവിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ ഇദ്ദേഹത്തിന് ഈ ഇളംകുളം കുഞ്ഞൻ പിള്ളയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ഇളംകുളം കുഞ്ഞൻ പിള്ള, ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ? കേരളം 5-6 നൂറ്റാണ്ടുകളിൽ, പിന്നെ ജന്മി സമ്പ്രദായം കേരളത്തിൽ, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഉണ്ണുനീലി സന്ദേശം ആൻഡ് ലീലാതിലകം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മേജർ വർക്ക്സുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. One of the major researches of Elamkulam Kunjan Pillai concerned the historical details behind the origin of Indian martial art, Northern Calicut. He had put forward his reasoning to establishing the fact this form of art, which was to be practiced widely in Kerala, originated in 11th century AD during the period of warfare, the Cholas and the Cheras. His research studies also concerned the works of historical legend like Tippu Sultan. The works of Elamkulam Kunjan Pillai have been well preserved in the libraries. അപ്പോൾ ഇളംകുളം കുഞ്ഞൻ പിള്ള എന്ന് പറയുന്ന ഒരുപാട് കൃതികളുടെ രചയിതാവായിട്ടാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റിസർച്ചുകൾ പ്രധാനമായിട്ടും ഏതൊക്കെ മേഖലയിലാണ്? ഇന്ത്യൻ മാർഷ്യൽ ആർട്ടിൻ്റെയും നോർത്തേൺ കളരിപ്പയറ്റ് മേഖലയിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ചുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹി ഹാഡ് put forward his reasoning to establish the fact this form of art which was to be practiced widely in Kerala, അതായത് 11ാമത്തെ നൂറ്റാണ്ടൊക്കെ ആകുമ്പോഴേക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ഈ മാർഷ്യൽ ആർട്ടുകൾ അല്ലെങ്കിൽ കളരിപ്പയറ്റുകളൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചേര ചോള ആക്രമണ കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള കളരി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ആര് പറയുന്നുണ്ട്? ഇളംകുളം കുഞ്ഞൻ പിള്ളை അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ പറയുന്നുണ്ട്. His research studies also concerned the works of historical legends like ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ കുറിച്ചും ഹൈദരാലിയെ കുറിച്ചും അവരുടെ മൈസൂരിയൻ ഇൻവേഷനെ കുറിച്ചും അവരുടെ ഭരണകാലത്തെക്കുറിച്ചും ഒക്കെയുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മൾ ആരുടെ കൃതികൾ റെഫർ ചെയ്താൽ മതി? ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ കൃതികൾ റെഫർ ചെയ്താൽ മതി. അതൊക്കെ ഇന്ന് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കൃതികൾ കൂടുതലായിട്ട് നമ്മൾ മേജർ ലൈബ്രറികളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
കേരള ഹിസ്റ്ററിയൊക്കെ പഠിക്കണമെങ്കിൽ ഇളംകുളത്തിൻ്റെ ബുക്കുകളൊക്കെ എടുത്താൽ അതിൽ നിന്ന് ഒരുപാട് മെറ്റീരിയൽ നമുക്ക് കിട്ടാൻ കഴിയും. ദ മോഡേൺ ഡേ ഹിസ്റ്റോറിയൻസ് ലൈക്ക് K. Shivashankaran Nair depend on the path shown by Elamkulam Kunjan Pillai to works on the history of Kerala. അതായത് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നമ്മളെ എത്തിക്കാൻ കെ ശിവശങ്കരൻ നായരെ പോലെയുള്ള എഴുത്തുകാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവരുടെ മാർഗദർശിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ആരെയാണ്? ഇളംകുളം കുഞ്ഞൻ പിള്ളയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇളംകുളം കുഞ്ഞൻ പിള്ളയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇളംകുളം കുഞ്ഞൻ പിള്ളെ ഏറ്റവും ഇളംകുളം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. സദേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും ചാമ്പ്യനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പിന്നെ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് തമിഴിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ നമുക്ക് എല്ലാ കേരളത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ മലയാള ഭാഷയുടെയും അല്ലെങ്കിൽ വട്ടെഴുത്ത് സ്ക്രിപ്റ്റിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെതായ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. 20ഓളം ബുക്കുകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ 1 തമിഴിലും 2 ഇംഗ്ലീഷിലും, ബാക്കിയൊക്കെ മലയാളത്തിലുമാണ്. 1973 മാർച്ച് 4 അദ്ദേഹം അന്തരിച്ചു. ബുക്കുകളിൽ കാണപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാർഷ്യൽ ആർട്ടിനെ കുറിച്ചും നോർത്തേൺ കളരിപ്പയറ്റിനെ കുറിച്ചും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും കേരളം 5-6 നൂറ്റാണ്ടുകളിൽ, ജന്മി സമ്പ്രദായം കേരളത്തിലെ, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഉണ്ണുനീലി സന്ദേശം, ലീലാതിലകം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ 11ാമത്തെ നൂറ്റാണ്ടിലെ ചേര ചോള ആക്രമണ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ചരിത്ര രചന വ്യാപകമായിട്ട് മാറുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ആരെക്കുറിച്ചും നടത്തിയിട്ടുണ്ട്? ടിപ്പു സുൽത്താനെ കുറിച്ചും നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കൃതികൾ, ഒരു ലൈബ്രറി തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ശിവശങ്കരൻ നായരെ പോലെയുള്ള ചരിത്രകാരന്മാരൊക്കെ അവരുടെ മാർഗദർശിയായിട്ട് ആരെയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇളംകുളം കുഞ്ഞൻ പിള്ളയെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്